ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഡ്ഡലിയാണ്. അതിന് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നെന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അതിനകത്ത് കുറച്ച് ഉലുവയും കൂടി ഇടണം. 3 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിൽ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് ചോറ് ഇട്ടതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി അടിച്ചെടുക്കും. എന്നിട്ട് ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചത് വയ്ക്കുക. അത് ഒരു ചൂട് തട്ടുമ്പോൾ ആ ഇഡ്ഡലി മാവ് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു ബീട്രൂട്ടിൻ്റെ കഷ്ണം വേവിച്ചിട്ട് വെക്കുക. കുക്കറിൻ്റെ അകത്തോ പാത്രത്തിൻ്റെ അകത്ത് എങ്ങനെ വേണം നിങ്ങൾക്ക് വേവിക്കാം. എന്നിട്ട് അത് നന്നായി അടിച്ചെടുക്കുക. നമ്മൾ തലേന്ന് അരച്ച് വെച്ചിട്ട് മാവ് നന്നായി പൊങ്ങി വന്നത്. എണ്ണയോ തടവിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്മൈലി പോലെ. പിന്നെ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കടല, വെളുത്തുള്ളി, മല്ലിയില, കുറച്ച് നാരങ്ങനീര്, കുറച്ച് ഉപ്പ്, നന്നായി അരയ്ക്കുക. കണ്ടോ നമ്മൾ ചിരിക്കുന്ന ഇഡ്ഡലി? അത് നമ്മൾ വറവിലേക്ക് ഇടും. ചമ്മന്തി ചിരിക്കുന്ന ഇഡ്ഡലി കണ്ടോ?